മാധ്യമങ്ങൾ കളഞ്ഞിട്ട് പഴി. മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു. കെട്ടിടം തള്ളിയിട്ടത് ഞങ്ങളാണോ? ഈ വാർത്ത വരുമ്പോൾ മന്ത്രി പറഞ്ഞ് വിശ്വസിച്ച് പോയവരാണ്. 2 പേരെയുള്ള നമ്മളൊക്കെ വാർത്ത കൊടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു ഫോൺ വരികയാണ്. കോട്ടയത്ത് തന്നെയുള്ള ഒരു പ്രവർത്തകനായിട്ടോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെയാണ് വീണ്ടും ഈ വാർത്തയാകുന്നത്. ഈ മാധ്യമപ്രവർത്തകർ അവിടുത്തെ ആളുകളോട് സംസാരിക്കുന്നു, പോലീസിനെ വിളിക്കുന്നു. അങ്ങനെയാണ് 11:30 ഈ സാധനം ഇളകി വരുന്നത്. അങ്ങനെയാണ് ഈ വാർത്തയാകുന്നത്. ഒരു കാര്യം കൂടെ പറയാമല്ലോ, ഈ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ പഴിചാരുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു സിസ്റ്റമിക് വീഴ്ചയാണ്. ഈ കെട്ടിടം 2013 മുതൽ കുഴപ്പത്തിലാണ്, ഇതെല്ലാം പറഞ്ഞല്ലോ. ഒരാഴ്ച മുമ്പ് നമ്മൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞായിരുന്നു വാർത്ത 2-3 ദിവസമായിട്ട്. ഡോക്ടർ ഹാരിസിൻ്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. ഹാരിസിൻ്റെ നടപടി വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടിരുന്ന വാർത്ത. സർക്കാരിൻ്റെ കഷ്ടകാലത്തിന് ആ വിഷയം മാറിപ്പോകുന്നു. അതിലും വലിയൊരു വിഷയം വരുന്നു. ഡോക്ടർ ഹാരിസിനെ ഇനി നിങ്ങൾ ക്രൂശിച്ചില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല. അതങ്ങനെയാണ്. കഷ്ടകാലം സാധ്യത അടഞ്ഞു. അല്ല, ഇനി ഹാരിസിന് തൊടാൻ പറ്റില്ല. അതങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോൾ അതിങ്ങനെ ബസ് പിടിച്ച് ഇങ്ങനെ വരും. കല്ലുമഴ മുടി വെട്ടാതിരുന്നവൻ മുടി വെട്ടിയ കല്ലുമഴ.